എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ പാവം കഥാനായകൻ കുട്ടപ്പനെയാണ് കാണിക്കുക. നമ്മുടെ ആള് ഇപ്പൊ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഗ്രാമത്തിലേക്ക് നടന്നു വരികയാണ്. അവന്റെ മിഷൻ അത് മറ്റൊന്നുമല്ല, വലിയൊരു കോട്ട അവൻ ഒറ്റയ്ക്ക് നിർമ്മിക്കണം. അങ്ങനെ മരമെടുത്തും കല്ല് ചുമന്നും ഇപ്പൊ നമ്മുടെ ആള് നല്ല ടയേർഡാണ്. ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഒരുപാട് ടയേർഡായി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാന്ന് കരുതുമ്പോ തൊട്ടടുത്തായിട്ട് ഒരു ഗ്രാമം കാണും. ആ ഗ്രാമത്തിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് കരുതി കുട്ടപ്പൻ മുമ്പോട്ട് ഓടുമ്പോ ഉടനെ എന്തോ ഒരു സാധനം ഇപ്പൊ കുട്ടപ്പനെ പാസ് ചെയ്ത് ഓടിപ്പോകുന്നതായിട്ട് അവൻ കാണും. അത് ഓടുന്ന ഓട്ടത്തില് ഒരു പാറയെ തട്ടിത്തെറിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. അപ്പൊ അവന്റെ കയ്യിലുള്ള ഒരു ബോക്സ് അതങ്ങനെ തുറന്ന് ഒരുപാട് ലെറ്റേഴ്സ് ഇപ്പോ പുറത്തേക്ക് വരും. അത് കണ്ട ഉടൻ കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ ലെറ്റർ എല്ലാം തന്നെ അങ്ങനെ ക്യാച്ച് ചെയ്യും. എന്നിട്ട് ഹായ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല, ഒരു പോസ്റ്റ് നിഞ്ച, അതായത് ഒരു പോസ്റ്റ്മാൻ. ആ ഒരു പോസ്റ്റ് നിഞ്ച ഇപ്പൊ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് എന്റെ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണെന്നും പറഞ്ഞ് അവനിപ്പോ 100-110 ഓടാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ നിലവിളിച്ച് ചോദിക്കും, എടാ നിന്റെ പേരെന്താ? അത് കേട്ട പോസ്റ്റ്മാൻ ആവട്ടെ ഇപ്പൊ പേര് പറയാതെ അവന്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് അവിടുന്ന് മുൻപോട്ട് ഓടിപ്പോവും. കുട്ടപ്പൻ അവിടുന്ന് ഓടിപ്പിടിച്ച് ആ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് ഗ്രാമത്തിന്റെ ചുറ്റും പുറം നോക്കുമ്പോഴായിരിക്കും അവന് പരിചയമുള്ള ഒരു ശബ്ദം അതെവിടുന്നോ കേൾക്കുക. കുട്ടപ്പൻ തിരിഞ്ഞിട്ട് അതാരാ നോക്കുമ്പോ നമ്മുടെ ജിറയ്യ മാമൻ ഒരുപാട് പെണ്ണുങ്ങളുടെ നടുക്ക് നിന്ന് ഇപ്പൊ കൊഞ്ചി കുഴഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടപ്പൻ നിലവിളിച്ച് പറയും, നീ ഇവിടെ കിടന്ന് പെണ്ണുങ്ങളുമായിട്ട് കൊഞ്ചിക്കൊഴയാണോ? താഴേക്ക് ഇറങ്ങി വാടാ. കുട്ടപ്പൻ ഇപ്പോ മാമനെ ചെവി തൂക്കിയെടുത്ത് ഒരു മൂലയ്ക്ക് നിർത്തിയിട്ട്, നീ ഗ്രാമത്തിൽ നിന്ന് പോയത് എന്തോ വലിയൊരു മിഷൻ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് ഇവിടെ വന്ന് നീ പെൺകുട്ടികളുമായിട്ട് കൂത്താടിക്കൊണ്ടിരിക്കുകയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഇങ്ങനെ ഒരുത്തനാണോ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ ചൂടാവുമ്പോ അതിന് മാമൻ, അയ്യോ ഇല്ലില്ല, ഞാൻ എൻ്റെ ഒരു ബുക്കിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അത് കേട്ട് കുട്ടപ്പൻ വീണ്ടും ചോദിക്കും, ബുക്കോ? അപ്പൊ മിഷന്റെ കാര്യം അതെന്തായും ചോദിക്കുമ്പോ അതിന് മാമൻ വീണ്ടും ഇപ്പൊ തപ്പിത്തടഞ്ഞ്, അതെ അതെ, മിഷന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്കൊരു വലിയ ഇൻഫർമേഷൻ കിട്ടി. അക്കറ്റ്സുക്കി ഓർഗനൈസേഷനിൽ പെട്ട ഒരാള് അടുത്ത ദിവസം ഈ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ഇപ്പൊ മാമൻ പറയുമ്പോ കുട്ടപ്പൻ പറയും, എങ്കിൽ അവൻ വരുന്നത് വരെ എനിക്ക് പ്രാക്ടീസ് തന്നൂടെ? അത് കേട്ടിട്ട് ഇപ്പൊ മാമൻ പറയും, എനിക്കൊരു ബുക്ക് അത് അർജന്റായിട്ട് എഴുതി തീർക്കാനുണ്ട്, അത് എഴുതി തീർക്കാതെ എനിക്ക് പ്രാക്ടീസ് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ മാമനെ സോപ്പിടാൻ തുടങ്ങും. വാവ്, എന്റെ മാമൻ സൂപ്പറാണ്, ദയവ് ചെയ്ത് എനിക്ക് പ്രാക്ടീസ് തായോ. അപ്പൊ മാമനാവട്ടെ എനിക്കിപ്പോ ബോഡി മുഴുവൻ പെയിൻ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ മൂടും കഴുത്തൊക്കെ കുട്ടപ്പനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പൊ പൊക്കി കാണിച്ചു കൊടുക്കും. കുട്ടപ്പനാണെങ്കില് ഇതെന്ത് ജന്തുവാ എന്ന് കരുതി മനസ്സില്ലാ മനസ്സോടുകൂടെ ഇപ്പൊ അവന് മസാജ് ചെയ്തു കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ മാമനും നമ്മുടെ കുട്ടപ്പനും കുളിക്കാനായിട്ട് പോകുമ്പോ ദൂരത്തായിട്ട് പോളിന്റെ അടുത്ത് രണ്ടുപേര് ആ ഒരു ഡെലിവറി നിഞ്ചയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നതായിട്ട് ഇപ്പൊ കുട്ടപ്പൻ കേൾക്കും. അപ്പൊ മാമനെ കാണാതെ ഇപ്പൊ കുട്ടപ്പൻ തിരിഞ്ഞു നോക്കുമ്പോ മാമനാവട്ടെ പെമ്പിള്ളേര് കുളിക്കുന്ന പൂളിലേക്ക് ഇപ്പൊ ഒളിഞ്ഞു നോക്കി ആസ്വദിച്ച് സീൻ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരങ്ങനെ വീട്ടിൽ വരുമ്പോ മാമനാവട്ടെ ടയേർഡ് കാരണം കിടന്നുറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ പോയാൽ അതൊട്ടും ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ഈ ബുക്ക് എഴുതി തീർത്ത് എനിക്ക് പ്രാക്ടീസ് തുടങ്ങണം, അതുകൊണ്ട് ഞാൻ തന്നെ ഈ ബുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ബുക്ക് അത് മുഴുവൻ ഇരുന്ന് എഴുതി തീർക്കും. സിപ്പ് കോഡൊക്കെ ഒട്ടിച്ച് കറക്റ്റായിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ കാല് തെന്നി അങ്ങനെ തെറിച്ചുപോയി ആ ഒരു പോസ്റ്റ്മാന്റെ മേലേക്ക് വീഴും. മാത്രമല്ല ഇപ്പൊ കുട്ടപ്പൻ എഴുതിയ ബുക്കും പോസ്റ്റ്മാന്റെ ലെറ്റേഴ്സും എല്ലാം കൂടെ ഇപ്പൊ കൂടിക്കൊഴിഞ്ഞു പോകും. അപ്പൊ പോസ്റ്റ്മാന്റെ ആ ഒരു ലെറ്ററിന്റെ കൂടെ തന്നെ നമ്മൾ മുൻപ് സ്വിമ്മിംഗ് പൂളിൽ കണ്ട ആ 2 കിങ്കരന്മാര് ഒരു സീക്രട്ട് ഡോക്യുമെന്റ് പോസ്റ്റ്മാന്റെ കയ്യിൽ കൊടുത്ത് ഇത് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കുട്ടപ്പനും ഇപ്പൊ പോസ്റ്റ്മാനും വഴിനീളം നടന്ന് കുശലമൊക്കെ പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ കയ്യിലുള്ള ആ ഒരു ലെറ്റർ ഇപ്പൊ പോസ്റ്റ്മാന്റെ കയ്യിൽ കൊടുക്കും. ഇതും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോ ആള് പറയും, ഇത് എന്റെ സ്റ്റേഷൻ പരിധിയല്ല, ഇത് ഡെലിവറി ചെയ്യേണ്ടത് വേറെ പോസ്റ്റ്മാനാണ്. അപ്പോഴായിരിക്കും അതുവഴി ഇപ്പൊ വേറൊരു പോസ്റ്റ്മാൻ വരിക. ഇവർ രണ്ടുപേരും കാണാൻ ഒരുപോലെ തന്നെയാണ്, പക്ഷെ നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു നമ്പർ അത് ഡിഫറെന്റ് ആണ്. കുട്ടപ്പന്റെ ലെറ്റർ ഈ ഒരു പോസ്റ്റ്മാൻ മറ്റേ പോസ്റ്റ്മാന്റെ കയ്യിൽ കൊടുത്ത് ഇത് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറയും. കുട്ടപ്പൻ തിരിച്ചു വന്ന് ഇപ്പൊ മാമനെ തട്ടി എഴുന്നേപ്പിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയും. അതിന് മാമൻ പറയും, എനിക്ക് ആദ്യം ആ ബുക്ക് എഴുതി തീർക്കണം, എന്നിട്ട് മാത്രമേ ഇനി പ്രാക്ടീസ് നടക്കൂ. അപ്പൊ കുട്ടപ്പൻ ചിരിച്ചിട്ട് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ ബുക്ക് അത് ഞാൻ തന്നെ എഴുതി ഇപ്പൊ പബ്ലിഷ് ചെയ്യാനായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് ഇപ്പൊ നമ്മുടെ മാമൻ ഞെട്ടും.
എന്ത്? എന്റെ ബുക്ക് നീ എഴുതി തീർത്തുന്നോ? അവൻ ചുറ്റും നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് പേപ്പർ അവിടെ ചുരുട്ടി കൂട്ടിയിട്ടിട്ടുണ്ടാവും. മാമന് ദേഷ്യം കയറി കലി വന്ന് ഇപ്പൊ അലറാൻ തുടങ്ങും. അതിന് മാമൻ ദേഷ്യപ്പെട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആ ബുക്ക് തിരികെ കിട്ടണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനും മാമനും ആവട്ടെ അവരെ തേടി യാത്ര ആരംഭിക്കും. ആക്ച്വലി ഡെലിവറി നിഞ്ചകള് അവര് വളരെ പ്രോംപ്റ്റ് ആൻഡ് പഞ്ച്വലാണ്. അവരുടെ കാലുകള് ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ കാടും മലയൊക്കെ ഓടിത്താണ്ടി അവര് കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും ഡെലിവറി ചെയ്യും. അപ്പൊ കുട്ടപ്പൻ, നീ എന്താ പറയണേ? അവരെ ഓടിച്ചിട്ട് പിടിക്കാന്നോ? നിനക്കെന്താ വട്ടുണ്ടോ? എനിക്ക് കുറച്ചു നേരം എന്തായാലും റെസ്റ്റ് വേണമെന്ന് പറയുമ്പോ ഇപ്പൊ മാമനാവട്ടെ നമ്മൾ വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ആണ്. വളരെ സ്പീഡിൽ നടന്ന് നിന്റെ കാലിന്റെ പവർ അത് കൂട്ടാനുള്ള ട്രെയിനിങ്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. അങ്ങനെ 1-2 മണിക്കൂർ കഴിയുമ്പോ നമ്മുടെ ആൾക്കാര് വലിയൊരു പട്ടണത്തിലേക്ക് എത്തും. ഞാൻ റെസ്റ്റൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ആ ബുക്ക് കണ്ടുപിടിക്കുന്നു പറഞ്ഞ് മാമനാവട്ടെ റെസ്റ്റൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളുടെയും ഡോറ് ഇപ്പൊ തല്ലി പൊളിക്കും. എന്നിട്ട് അകത്ത് കയറി അവന്റെ ബുക്കുണ്ടോ പേപ്പറുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് വീട്ടില് കയറി ഇറങ്ങുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആ ഒരു ഡെലിവറി നിഞ്ചയെ കാണാം. അവനെ കണ്ട് ജിറയ മാമൻ, പ്ലീസ് സ്റ്റോപ്പ്, അതിലൊരു കാർഡ് അത് ഡെലിവറി ചെയ്യരുത്. പോസ്റ്റ്മാൻ ആവട്ടെ ഇപ്പൊ മാമനെ കണ്ട് പേടിച്ച് വീണ്ടും ഓടാൻ തുടങ്ങും. അങ്ങനെ ഒരു വിധത്തില് ആ ഒരു പോസ്റ്റ്മാനെ ഓടിച്ചിട്ട് പിടിച്ച് ലെറ്റർ പുറത്തെടുക്കുമ്പോഴായിരിക്കും മാമന്റെ ബുക്കിട്ട് വെച്ച എംവലപ്പ് അതിപ്പോ കാണില്ല. അപ്പോഴാണ് കുട്ടപ്പൻ ഓർമ്മ വരിക, അവന്റെ കാല് തന്നെ ആ ഒരു പോസ്റ്റ്മാന്റെ ദേഹത്ത് വീണപ്പോ അവന്റെ കയ്യിലെ ബുക്കും ആ ഒരു പോസ്റ്റ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ലെറ്ററുകളും തമ്മിൽ മിക്സ് ആയി പോയിരുന്നു. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞ് മാമനാവട്ടെ ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോ ആ ലെറ്ററിൽ ഇപ്പൊ ഒരു സീക്രട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും. ലാൻഡ് ഓഫ് ചായനും ലാൻഡ് ഓഫ് പ്ലാവിനും ഇപ്പൊ വലിയൊരു യുദ്ധം നടക്കാൻ പോവാണ്. അതൊഴിവാക്കാനുള്ള ഒരു സമാധാന ഉടമ്പടിയായിരിക്കും ആ ഒരു ലെറ്റർ. അത് കണ്ടിട്ട് ഇപ്പൊ കുട്ടപ്പൻ പറയും, ഇതൊരു നല്ല കാര്യല്ലേ, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അതിന് മാമൻ ടെൻഷനായിട്ട്, അപ്പൊ എന്റെ ആ ബുക്ക് അതിപ്പോ ലാൻഡ് ഓഫ് ക്ലാവിൽ എത്തിയിട്ടുണ്ടാവില്ലേ, അവിടെ എത്തിയാല് അത് വലിയ പ്രശ്നമാവെന്നും പറഞ്ഞ് ഇപ്പൊ വീണ്ടും മാമനും കുട്ടപ്പനും അവിടേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ അടികിട്ടി താഴെ വീണ ആ ഒരു പാഴ്സൽ നിഞ്ച വേഗം എഴുന്നേറ്റ് നിന്ന് അവന്റെ പാഴ്സൽ മോഷണം പോയ കാര്യം ഇപ്പൊ ബാക്കിയുള്ള ഡെലിവറി നിഞ്ചകൾക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. ഒരു വയസ്സനും ചെറിയൊരു ചെക്കനും ചേർന്നാണ് എന്റെ പാഴ്സൽ അടിച്ചു മാറ്റിയത്, അതെത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോ ഇവിടെ ബാക്കിയുള്ള പോസ്റ്റ്മാൻ നിഞ്ചകൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ പിടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. ഇവിടെ കുട്ടപ്പനും മാമനും ആവട്ടെ കഷ്ടപ്പെട്ട് ഒരു തോണിയെടുത്ത് തുഴഞ്ഞ് ആ ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ നിഞ്ച പോസ്റ്റ്മാൻമാരെല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെ നമ്മുടെ ആൾക്കാരെ റൗണ്ട് ചെയ്യും. അവരെ കണ്ട് മാമൻ പറയും, ഇപ്പം നമ്മള് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നാല് തീർച്ചയായിട്ടും ആ ഒരു ലെറ്റർ അതവിടെ ഡെലിവർ ആവും. മാത്രമല്ല അവിടെ എത്രയും പെട്ടെന്ന് യുദ്ധവും ആരംഭിക്കും. അതിനു മുൻപേ അത് തടഞ്ഞ് എന്റെ ബുക്ക് അത് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് മാമനാവട്ടെ അവന്റെ കയ്യിൽ റെസൻ ഗൺ പവർ എടുത്ത് അവരെ റൗണ്ട് ചെയ്തു നിന്ന എല്ലാ നിഞ്ച പോസ്റ്റ്മാൻമാരെയും അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. എന്നിട്ട് പിന്നെയും കയ്യിൽ റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബോട്ടിന്റെ സ്പീഡ് തന്നെ ഇപ്പൊ മാമൻ കൂട്ടും. അത് കണ്ട് കുട്ടപ്പൻ റെസൻ ഗൺ പവറിനെ ഇത്രയ്ക്ക് അങ്ങോട്ട് തരം താഴ്ത്തണ്ടായിരുന്നു എന്ന് മാമന്റെ അടുത്ത് പറയും. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു പാർസൽ കൊണ്ടുപോകുന്ന കപ്പൽ കണ്ടുപിടിക്കും. കപ്പലിന്റെ അകത്തുള്ള ആ പോസ്റ്റ്മാനോട് ഇപ്പൊ മാമൻ വിളിച്ചു പറയും, നീ പോസ്റ്റ് ചെയ്യേണ്ട ലെറ്റർ അത് ഇതാണ്, നിന്റെ കയ്യിലുള്ളത് എന്റെ ഒരു ബുക്കാണ്, അത് തിരികെ തന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോ ആ നിഞ്ച പോസ്റ്റ്മാൻ പറയും, സോറി അത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ റൂൾസ് പ്രകാരം ഒരൈറ്റം ഡെലിവറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കൊടുക്കാനോ തുറന്നു നോക്കാനോ പാടില്ല, അങ്ങനെ ചെയ്താൽ അത് വളരെ വലിയ തെറ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഡെലിവറി ചെയ്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാന്ന് ആ ഒരു പോസ്റ്റ്മാൻ വളരെ കാഷ്വൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും. അങ്ങനെ 100 പറഞ്ഞ് 10 പറഞ്ഞ് അടി കൂടിക്കൊണ്ട് അവരിപ്പോ ലാൻഡ് ഓഫ് ഫ്രാങ്കിൽ തന്നെ എത്തിച്ചേരും. അവരാ ലാൻഡിലേക്ക് കാല് കുത്തുമ്പോഴേക്കും ഇപ്പൊ ഒരു കൂട്ടം പോസ്റ്റ് നിഞ്ചകള് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരുടെ കൂടെ തന്നെ ഈ ഒരു പോസ്റ്റ്മാനും ഓടാൻ തുടങ്ങുമ്പോ നമ്മുടെ ആൾക്കാർക്ക് അതിലേതാണ് നമ്മുടെ നിഞ്ച പോസ്റ്റ്മാൻ എന്ന് മനസ്സിലാവാതെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവരുടെ നെറ്റിയിലുള്ള ആ ഒരു നമ്പറിനെ കുറിച്ച് ഓർക്കുക. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ ഒരു പോസ്റ്റ്മാന്റെ നമ്പർ 5903 ആണ്. അവരെല്ലാവരും ഇപ്പൊ 100-110 ഓടുമ്പോ
നമ്മുടെ കുട്ടപ്പന് വേറെ വഴിയില്ലാതെ അവൻ ഹരം ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് പെണ്ണുങ്ങളായി മാറും. പെണ്ണുങ്ങളെ കണ്ട് ഇപ്പൊ വായിൽ വെള്ളം ഊറി ആ ഒരു പോസ്റ്റ്മാൻമാര് നോക്കി നിൽക്കുമ്പോ നമ്മുടെ മാമന് അത് കണ്ട് കൺട്രോൾ പോയി ഇപ്പൊ മൂക്കിൽ കൂടെ തന്നെ ബ്ലഡ് വരാൻ തുടങ്ങും. അത് കണ്ട് ആ ഒരു 5903 പോസ്റ്റ്മാൻ അങ്ങനെ സ്റ്റൈലായിട്ട് നിന്ന് പറയും, അവര് നമ്മളെ മയക്കാണ് ഈ ഒരു ലെറ്ററിന് വേണ്ടി, എന്ത് സംഭവിച്ചാലും ഞാനിത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യുന്നു പറഞ്ഞ് അവനത് ഫ്യൂഡൽ ലാഡിന്റെ കയ്യില് ഇപ്പൊ കൊണ്ടുചെന്ന് ഏൽപ്പിക്കും. കുട്ടപ്പൻ ഒരുപാട് ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് അത് തടയാൻ കഴിയില്ല. അങ്ങനെ പ്ലാനൊക്കെ പൊട്ടി പാളീസായി ഇപ്പൊ മാമനും നമ്മുടെ കുട്ടപ്പനും ആവട്ടെ ഒരു മരത്തിന്റെ മേലെ കയറിയിരുന്ന് ബൈനോക്കുലറൊക്കെ വെച്ച് ആ ഗ്രാമത്തിലെ ഫ്യൂഡൽ ലാഡിനെ ഇപ്പൊ വാച്ച് ചെയ്തോണ്ടിരിക്കും. ഫ്യൂഡൽ ലാഡ് ആവട്ടെ ആ ഒരു കവർ പൊട്ടിച്ച് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോ ഇപ്പൊ ഒരുപാട് ഹാപ്പി ആവും. വാവ്, ഇത് മേക്ക് ഔട്ട് സീരീസിന്റെ അവസാന പാർട്ടാണ്. അവർക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ, അപ്പൊ ഇനി യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഫ്യൂഡൽ ലാഡ് ആവട്ടെ ആ ഒരു യുദ്ധം തന്നെ അവിടെ നിർത്തിവെക്കും. അത് കണ്ട് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ ഷോക്കായി പോവും. ലാൻഡ് ഓഫ് ക്ലാൻസ് അവര് വളരെ നല്ലവരാണ്, അവരെക്കുറിച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഫ്യൂഡൽ ലാഡ് ആവട്ടെ ആ കഥ വായിച്ച് രസിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനും മാമനും ആവട്ടെ ഒരുറക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹായ് ആയിട്ട് എഴുന്നേക്കും. ഇന്നാണ് അക്കറ്റ്സുക്കി ഓർഗനൈസേഷനിലെ ആ ഒരാള് വരുന്ന ദിവസം. കുട്ടപ്പൻ മാമൻ എവിടെയെന്നും പറഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും മാമന്റെ ബെഡില് ഒരു കത്ത് കാണുക. ആ ഒരു ലെറ്ററില് അക്കറ്റ്സുക്കി ഓർഗനൈസേഷനിലെ ആ ഒരാളെ ഞാൻ മാത്രം മീറ്റ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ പിന്നേന്ന് പറഞ്ഞ് ആ ഒരു ലെറ്റർ ഇപ്പൊ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് വായിക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് ചിരി വരും. കാരണം ഓൾറെഡി മാമൻ ഇങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്ന് നമ്മുടെ കുട്ടപ്പൻ അറിയായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് പോയി കുളിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.